നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ മോശ ബൈബിളിലൊരു കഥാപാത്രമാണ്. മോശ ഇസ്രായേൽ ജനത്തെയും കൂട്ടി സീനായി മലയിൽ ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയി. ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടി പോയിട്ട് വരുന്നത് കാണുന്നില്ല. കുറേ വൈകി. 40 ദിവസം സംസാരിക്കാനാണ് പോയത്. പക്ഷെ വരുന്നത് കാണാത്തതുകൊണ്ട് മോശയോടൊപ്പം സഞ്ചരിച്ച ആളുകൾ ഇനി അദ്ദേഹം തിരിച്ചു വരില്ല എന്ന് കരുതിയിട്ട് നമുക്ക് മറ്റൊരു ദൈവത്തെ വേണം, നമുക്ക് അപ്പോൾ അവർ അഹരോനോട് ആവശ്യപ്പെട്ടു, നമുക്ക് മുമ്പേ നടക്കുന്ന ഒരു ദൈവത്തെ വേണം എന്ന്. അങ്ങനെ അവരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവർ ആരാധിച്ചു എന്നൊരു ചരിത്രമുണ്ട്. പുറപ്പാട് പുസ്തകത്തിലാണ് അത്. 36 അധ്യായം അങ്ങനെ എന്തോ ആണ്. പുറപ്പാട് പുസ്തകം 32 അധ്യായം, അതിനകത്ത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം, ഇന്നലെ നമ്മളെ പെന്തക്കോസ്തന്മാർ ഓമല്ലൂരിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവർക്ക് പുതിയൊരു ദൈവത്തെ അവരുണ്ടാക്കി. ഇന്നലെ അവർ പുതിയൊരു ദൈവത്തെ കണ്ടെത്തി. അപ്പോൾ അവർ ഇന്നലെ പുതിയ ദൈവത്തെ കണ്ടെത്തി. സാധാരണ പ്രാർത്ഥനാലയങ്ങളിൽ അതുപോലെ തന്നെ ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ യേശുവേ എന്ന് ഉറക്കെ വിളിക്കൂ എന്നാണ് ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാരും, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർ അല്ലറി വിളിച്ച് യേശുവേ എന്ന് വിളിക്കുന്നവരാണ്. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെയാണല്ലോ. പക്ഷെ ഇന്നലെ അവർക്കൊരു വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ ഇന്നലെ അവരെ BJP-ക്കാരെന്ന് പറയുന്നു. അത് എന്താ പറയേണ്ടത്, ഈ മതത്തെ കൂട്ടിക്കെട്ടുമ്പോൾ BJP-നെ അതിൻ്റെ ആലയിലേക്ക് കെട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ BJP-ക്കാരുണ്ട്. പോരാത്തതിന് യൂത്ത് കോൺഗ്രസ്സുകാരും ഇന്നലെ അവിടെ ചില കലാപരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ മോശ സീനായി മലയിൽ പോയപ്പോൾ അഹരോൻ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി കൊടുത്തതുപോലെ ആ ഗ്യാപ്പിൽ, പക്ഷെ മോശ ഇറങ്ങി വന്നപ്പോൾ ചെങ്കടലിന് മീതെ തൻ്റെ വടി നീട്ടി 2 പിളർന്ന് കടന്നുപോയെന്ന കഥയുണ്ട്. പക്ഷെ ഇവിടെ അവർ നിലവിളിച്ച ദൈവം ഭാരതമാതാവേ എന്നാണ്. നിങ്ങൾക്ക് തലക്ക് വെളിവ് വേണം. ഭാരതമാതാവേ, നിങ്ങൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൂടായിരുന്നോ? എങ്കിൽ അവർ കൂടി നിങ്ങളുടെ കൂടെ നിൽക്കുമായിരുന്നു. ബോലോ ഭാരത് മാതാ കി ജയ് എന്ന് ആ ബൈബിളും ഏറ്റി പിടിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങളെ തടയാൻ വന്നവർ നിങ്ങളുടെ കൂടെ നിൽക്കൂലേ? എന്താ പറയുന്നത്, നിങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മളെ നാട്ടിലൊക്കെ അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കാന്നുള്ളതാണ്. എന്ത് വന്നാലും ഞാൻ ക്രിസ്തുവിനെ ഒറ്റ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ രക്തസാക്ഷികളുടെ കഥകളൊക്കെ വിളിച്ചു പറഞ്ഞ് എന്താ പറയുക, ത്യാഗനിർഭരമായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നൊക്കെ പറയുന്ന ആളുകളല്ലേ. അങ്ങനെയുള്ള മിഷണറിമാരുണ്ടായിരുന്നു, ഗൃഹാസ്റ്റൈൽസും അങ്ങനെയുള്ള നിരവധിയായ ആളുകൾ. അവരിൽ നിന്ന് നിങ്ങൾ എവിടെ എത്തി? എന്നിട്ട് അവിടെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തടയോ? അമ്പലത്തിൽ ഇതുപോലത്തെ അനാശാസ്യ പ്രവർത്തനം നടത്തിയാൽ, അമ്പലത്തിലെ നമ്പൂതിരി നടത്തിയാൽ തടയേണ്ടിയൊന്നും ആവശ്യമില്ല. അവരാ അമ്പലത്തിൽ പിന്നെ കയറൂല. അതിനെ നിയന്ത്രിക്കാൻ ആ അമ്പലത്തിൻ്റെ കമ്മിറ്റിക്ക് കഴിയും, ആ അമ്പലത്തിൽ പോകുന്ന വിശ്വാസികൾക്ക് കഴിയും. അല്ലാണ്ട് നിങ്ങളെപ്പോലെ പ്രായമായ അമ്മച്ചിയെയും കുട്ടിയെയും പീഡിപ്പിച്ചവന് വേണ്ടി സ്തുതി പാടുന്ന, അതിനുവേണ്ടി തൻ്റെ ആദർശത്തെയും വിശ്വാസത്തെയും പണയപ്പെടുത്തുന്നവരില്ല. നിങ്ങൾ പണയപ്പെടുത്തിയല്ലേ. നിങ്ങൾ ബൈബിളും കയ്യിൽ പിടിച്ച് പോലെ ഭാരത് മാതാക്കി എന്നാണ് വിളിക്കേണ്ടത്. ഭാരത് മാതാവേ. അപ്പം നിങ്ങൾക്ക് അവിടെ രക്ഷ നൽകിയത് ആരാ? ഭാരതമാതാവല്ലേ? യേശുവാണോ? യേശു വിടുവിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെരിഹോവിൻ്റെ മതിലുകൾ തകർത്ത, പ്രാർത്ഥനയിൽ പലതും നേടിയെടുത്ത, എന്ന് പറയേണ്ടത് മലയോട് നീങ്ങിപ്പോകാൻ വിശ്വാസമുണ്ടെങ്കിൽ ആ മല നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞ ആ വിശ്വാസത്തിൻ്റെ ആളുകളല്ലേ.
ആഭിചാരവും മന്ത്രവും മന്ത്രവാദവും ഉണ്ടെങ്കിൽ അതിനെ പ്രാർത്ഥനയോടെ മാറ്റി രോഗത്തെ പോലും മാറ്റുന്ന നിങ്ങൾ ഇന്നലെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അവകാശം വേണമെന്ന് നിങ്ങളെപ്പോൾ ഭരണഘടന അംഗീകരിച്ചത്? പലപ്പോഴും പല പാസ്റ്റർമാരും സ്വാതന്ത്ര്യദിനത്തിന് പതാക ഉയർത്തുന്ന പോലും താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നു അന്യദേവന്മാരുടെ നാമം നാവിൽ ഉച്ചരിക്കാൻ പാടില്ലെന്നാ. അന്യദേവന്മാരുടെ നാമം. അപ്പോൾ ഭാരത് മാതാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ ചുമന്ന് ഗർഭം ധരിച്ച് ചുമന്ന വിശുദ്ധ മറിയനെ, ആ മറിയയോടൊന്ന് പ്രാർത്ഥിക്കുകയോ ആ മറിയെ ആരാധിക്കുകയോ ചെയ്യുന്നവരെ നിങ്ങൾ പുച്ഛമായി കാണുന്നില്ലേ? നിങ്ങൾ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പല ന്യായീകരണവും പറഞ്ഞിട്ട് നിങ്ങൾ ആ മറിയെ, ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയെ നിങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടുണ്ടോ? പക്ഷേ ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയെയോ ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന മറിയയെയോ നിങ്ങൾ ആരാധിക്കേണ്ട, നിങ്ങൾ അംഗീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ആ മറിയയോട് എൻ്റെ ക്രിസ്തുവിൻ്റെ അമ്മയെ, എന്നെ ആവിലായ അമ്മയെ ഒന്നൊന്നും വിളിച്ചത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ നിങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചത് ഭാരതമാതാവേ എന്നാണ് നിലവിളിച്ചത്. നിങ്ങൾ ഭാരതമാതാവിനോട് നിലവിളിച്ചപ്പോൾ ഭാരതമാതാവാണ് നിങ്ങൾക്ക് അവിടെ വിടുതൽ തന്നത്. ആ ഭാരതമാതാവിൻ്റെ വിളിയുടെ മുമ്പിലാണ് നിങ്ങൾക്ക് അവിടെ അതിനകത്ത് പ്രവേശിക്കുന്നത്. അപ്പം നിങ്ങൾ ആരാധിക്കുന്ന യേശുവിനാണോ ശക്തി, അതോ ഭാരതമാതാവിനാണോ? നിങ്ങളെന്നെ വ്യക്തമാക്കണ്ടേ? നിങ്ങളല്ലേ അതല്ല അപ്പുറത്തെ അമ്പലത്തിൽ നോക്കാൻ പാടില്ല, ഓണം ആഘോഷിക്കാൻ പാടില്ല, അതുപോലെ തന്നെ കുനൂലുകെട്ടിന് പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾ. ഇപ്പം നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ നിങ്ങളെ ഈ നാട്ടിലെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ ധ്യാനത്തിനോ പ്രാർത്ഥനക്കോ വരുമ്പോൾ അപ്പോഴെല്ലാം ഒഴിവാക്കി അതിൻ്റെ പിന്നാലെ പോകണം എന്നൊക്കെ നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ നിങ്ങൾ ഭാരതമാതാവേ അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയാ. ആവശ്യാനുസരണം ദൈവത്തെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. അത് നിങ്ങൾക്കേ പറ്റുള്ളൂ, വേറെ ആയിരിക്കാൻ പറ്റുക. എന്നിട്ട് പറയുകയാണ് 3 ലക്ഷത്തിലധികം വരുന്ന പെന്തക്കോസുകാർ ഇതിനെ അംഗീകരിക്കുന്നു. പെന്തക്കോസുകാർ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സഭകൾ ഒന്നായിട്ട് അതിനെ ശക്തമായി എതിർക്കേണ്ടതാണ്. പക്ഷെ അവർ എതിർത്തതായിട്ട് കാണുന്നില്ല. അത് ഇവിടെ അംഗീകരിക്കപ്പെട്ട സഭകളുടെ പരാജയമാണ്. ഇവിടെ ആരാണ്? ഓമല്ലൂർ പഞ്ചായത്തിൽ ഒരു ആരാധനാലയം മാത്രമേ ഉള്ളൂ. മറ്റെത്രയോ പെന്തക്കോസ് ആരാധനകളുണ്ട്. അതൊന്നും തടഞ്ഞിട്ടില്ലല്ലോ. ആരും തടഞ്ഞിട്ടില്ലല്ലോ. ഇത് തടയാൻ കാരണം എന്താണ്? ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ടല്ലേ. എന്നിട്ട് നിങ്ങൾ ജനത്തെ വെല്ലുവിളിക്കുന്നു. മോശയോട് കൂടെ പോയ ജനം ദൈവത്തെ വെല്ലുവിളിച്ചതും മോശയോട് വെല്ലുവിളിച്ചതുപോലെയും നിങ്ങളിപ്പോൾ വീണ്ടും ദൈവത്തെ വെല്ലുവിളിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ദൈവം യേശു അല്ല, ഭാരതമാതാവായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ ഉച്ചത്തിൽ ഈ മീഡിയയുടെ മുമ്പേ നിങ്ങൾ അലറി വിളിക്കുകയാണ് ഭാരതമാതാവേ എന്ന്. നിങ്ങൾക്ക് ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം വേണം, നിങ്ങൾക്ക് ഈ ഭാരതത്തിൻ്റെ നിയമം വേണം, നിങ്ങൾക്ക് ഈ ഭാരതത്തിൻ്റെ എല്ലാം വേണം. എന്നാൽ ജഡിക സുഖങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, കൺമോഹം ആഗ്രഹിക്കുന്നില്ല. കുട്ടികൾ സ്കൂളിൽ നിന്ന് പാഠഭാഗങ്ങൾ പഠിക്കണ്ട. കുട്ടികൾ ഇവിടുത്തെ ശിവനെയും പാർവതിയെയും അതുപോലെ തന്നെ അള്ളാഹുവിനെയും കുറിച്ച് പഠിക്കണ്ട. യേശുവിനെ മാത്രം പഠിച്ചാൽ മതി. അതൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് പഠിപ്പിക്കുന്ന നിങ്ങൾ. ഇന്ത്യ സ്വാതന്ത്ര്യ ദിനാഘോഷവും ഓണവും ദീപാവലിയും ആഘോഷിക്കരുത്, അവർ തരുന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന നിങ്ങൾക്കൊരാ ആവശ്യം വന്നപ്പോൾ നിങ്ങൾ സ്വമേവയാ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ആദർശത്തെ പണയപ്പെടുത്തി. അത് ഈ നാട്ടിലെ മുഴുവൻ പെന്തക്കോസുകാർക്കും അപമാനമായി മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു സംശയവും വേണ്ട. അപ്പോൾ ഭാരത് മാതാ കി ജയ്, ഭാരതമാതാവേ ഇവരെ കാത്തുകൊള്ളേണേ.